വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇന്നത്തെ സ്പോൺസർഷിപ്പിലൂടെ നമ്മെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ചേർന്ന് അലൻ ഈപ്പൻ മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ 13ാമത്തെ ബർത്ത്ഡേ ഇന്നാണല്ലോ. ഞങ്ങൾ ചേർന്ന് കർത്താവെ അലനെ അനുഗ്രഹിക്കുന്നു. തൻ്റെ സഹോദരൻ ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇരുവരെയും വിദ്യാഭ്യാസത്തിൽ നല്ല ആരോഗ്യത്തിൽ നല്ലൊരു ഭാവി കൊടുത്തുകൊണ്ട് ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പിതാവ് മാത്യു ഈപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ അനുഗ്രഹങ്ങളെ നൽകണമേ, കുടുംബത്തിൽ അനുഗ്രഹങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അലൻ. അടുത്ത സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ജോർജ് സക്രിയയ്ക്കും ലീന ജോർജിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ആരോഗ്യത്താൽ അങ്ങ് നിറയ്ക്കണമേ കർത്താവെ. കുടുംബത്തിൻ്റെ മേൽ സകല അനുഗ്രഹങ്ങളും നൽകണമേ. മക്കൾ ജേക്കബിനും ഷാരനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. വളരെ ശോഭനമായൊരു ഭാവി കർത്താവ് നൽകണമേ. താങ്ക് യു ജീസസ്. CK ഏബ്രഹാമിനും സാറമ്മ ഏബ്രഹാമിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൻ ഐസക്കിനെ കർത്താവെ, തനിക്ക് ഒരു കുഞ്ഞുണ്ടാകുവാൻ, അതുപോലെ ഭവനത്തിൻ്റെ പണി പൂർത്തിയാകുവാൻ, നല്ല ജോലി ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. ഇളയ മകൻ സാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയിൽ കമ്പ്യൂട്ടർ ടീച്ചറായി ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. താങ്ക് യു ജീസസ്. അതുപോലെ വീട് പണിയുന്നതിന് ആവശ്യമുള്ള ഫൈനാൻസസ് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നീതു ബെർണാഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് നല്ലൊരു ജോലി ലഭിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. എന്നാൽ കർത്താവ്, അപ്പോൾ തന്നെ ഉള്ള വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുഴു കുടുംബത്തെയും അനുഗ്രഹിക്കണേ. ബാബുവിനായി, ഷെർലിക്കായി, വിപിന് വേണ്ടി, ജസ്നയ്ക്ക് വേണ്ടി, അപ്പോൾ തന്നെ കർത്താവെ ബെർണാച്ചിന് വേണ്ടി എല്ലാം ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഇവർക്കെല്ലാം നല്ല ആരോഗ്യം നൽകണമേ, സകല അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തോപ്പുംപടി ജൂലൈ 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദ ഗ്രേറ്റ് മറീന മാൾ, പഴയ പാലത്തിന് സമീപം, തോപ്പുംപടി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാട്ടാക്കട ജൂലൈ 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയം, കാട്ടാക്കട.
രോഗത്തിലും എൻ ക്ഷീണിത രോഗത്തിൽ നീ മാത്രമെൻ വൈദ്യൻ, മറ്റാരെയും ഞാൻ കാണുന്നില്ല, മറ്റാരെയും ഞാൻ കാണുന്നില്ല. രോഗശാന്തിക്കായി നിൻ മാർവിടം എന്ന ആശ്രയം, മാർവിടം എന്നാശ്രയം യേശു കർത്താവേ. ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്റെ രക്ഷകനായ ദൈവമേ, നീയല്ലാതില്ലാരും എൻ യേശു മാത്രം മതി. എനിക്കേതു നേരത്തും ഇരുകരങ്ങളും ചലിപ്പിച്ചുകൊണ്ട് എന്റെ രക്ഷകനായ ദൈവമേ, നീയല്ലാതില്ലാരും എൻ യേശു മാത്രം മതി. എനിക്കേതു നേരത്തും എന്റെ യേശു മാത്രം മതി. എനിക്കേതു നേരത്തും കരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് എന്നേശു മാത്രം, എന്നേശു മാത്രം മതി. എനിക്കേതു നേരത്തും നമുക്കിനി ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സന്ദേശമാണ് ഗോഡ് ഈസ് ഏബിൾ. ദൈവം നാം ചിന്തിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ, ഹീസ് എ ലാവിഷ് ഗോഡ്, ഈസ് എൻ ഏബിൾ ഗോഡ്, ഈസ് എൻ ഓംനിപൊട്ടൻറ്റ് ഗോഡ്. എന്ത് ചെയ്തു തരാനും ദൈവത്തിന് കഴിവുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് God is able to keep us from falling. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുവാൻ, നമ്മെ കാക്കുവാൻ ദൈവം ശക്തനാണ്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തുറക്കുക. ബൈബിളിലെ ഏറ്റവും അവസാന ഭാഗത്താണ് യൂദായുടെ ലേഖനമുള്ളത്. യൂദായുടെ ലേഖനം അതിലൊറ്റ അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 24-ാമത്തെ വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ തേജസ്സിൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാതെ മഹാസന്തോഷത്തോടെ നിർത്തുവാൻ കഴിവുള്ളവന്. 25, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ രക്ഷകനായ ഏക ദൈവത്തിനു തന്നെ സർവകാലങ്ങൾക്ക് മുമ്പും ഇപ്പോഴും എന്നേക്കും തേജസ്സും മഹിമയും ബലവും ആധിപത്യവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ വാക്യത്തിൽ യൂദ എന്ന ഈ ദൈവഭൃത്യൻ വ്യക്തമായി പറയുന്നത്, യൂദ എന്ന് പറയുമ്പോൾ യൂദാസ് ഇസ്കറിയോത്താവാണ് യേശുവിന് ഒറ്റിക്കൊടുത്ത ആളാണെന്ന് ആരും ചിന്തിക്കരുത്. പട്ടരമ്മച്ചി പറഞ്ഞു, യൂദ കെട്ടിത്തൂങ്ങിയൊക്കെ ചത്തെങ്കിലും ഒരു ലേഖനം എഴുതി വച്ചിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ചിന്തിക്കരുത്. ഇത് വേറെ അപ്പസ്തോലനാണ്. അദ്ദേഹം എഴുതുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ തേജസ്സിൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാതെ നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അനേകരുടെയും ജീവിതത്തിൽ ഉള്ള ഒരു ഭയമാണ്, ഞാൻ വീണു പോകുമോ, ഞാൻ കൃപയിൽ നിന്നും വീണു പോകുമോ, വിശുദ്ധിയിൽ നിന്നും വീണു പോകുമോ, ഞാൻ പാപത്തിൽ വീണു പോകുമോ, എനിക്ക് ദൈവവിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള ഒരു വലിയ ഭയം പലരുടെയും അകത്തുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വീഴാതെ വണ്ണം നമ്മെ താങ്ങി നിർത്തുവാൻ
ദൈവത്തിന് ശക്തിയുണ്ട്. കാരണം ഹിസ് ഹാൻഡ്സ് ആർ മൈറ്റി ഹാൻഡ്സ്, ഹിസ് ഹാൻഡ്സ് ആർ സ്ട്രോങ് ഹാൻഡ്സ്. എല്ലാവരെയും താങ്ങി നിർത്തുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ കരങ്ങൾക്കുണ്ട്. സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുവാൻ തൻ്റെ ശക്തിയുള്ള വചനങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അതേ വചനങ്ങളാൽ, അതുപോലെ ദൈവത്തിൻ്റെ കരത്താൽ നമ്മെ താങ്ങി നിർത്തുവാനും ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് വീണുപോകുമോ എന്നുള്ളൊരു ഭയം ഇനി മുതൽ നമുക്കുണ്ടാകരുത്. ആ ഭയങ്ങളെ മാറ്റുവാനാണ് യൂദായുടെ ലേഖനം 24-25 വാക്യങ്ങൾ വചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തൊരു വാക്യം നമുക്ക് നോക്കാം. 2 തിമോത്തിയോസ് 1-12 വാക്യം. അതുകൊണ്ട് ഞാൻ ഈ കഷ്ടപ്പാടുകൾ സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ അവിടുന്ന് ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇതെഴുതുന്നത് മറ്റൊരു അപ്പസ്തോലനാണ്, പൗലോസ്. പുതിയ നിയമത്തിൻ്റെ 1/3 എഴുതിയത് പൗലോസ് അപ്പസ്തോലനാണ്. അദ്ദേഹം വളരെ വ്യക്തമായി വലിയ കോൺഫിഡൻസോടുകൂടി പറയുന്നൊരു കാര്യം, തൻ്റെ ജീവിതത്തിൽ നിരവധി കഷ്ടാനുഭവങ്ങളിലൂടെ താൻ പോയി, എങ്കിലും ലജ്ജിക്കുന്നില്ല. കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ കോൺഫിഡൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ നോളജ് ഓഫ് ദ പേഴ്സൺ ഓൺ ഹൂം വി ബിലീവ്. നമ്മുടെ ധൈര്യം ഇരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? നാം ആരെയാണോ വിശ്വസിച്ചിരിക്കുന്നത് ആ വ്യക്തിയെ കൂടുതൽ അറിയുന്നതിലാണ്, ആ വ്യക്തിയെക്കുറിച്ചുള്ള ജ്ഞാനത്തിലാണ് നമ്മുടെ ധൈര്യം ഇരിക്കുന്നത്. നമ്മുടെ ആ ആത്മവിശ്വാസവും ഉള്ളുറപ്പും ഇരിക്കുന്നത് അവിടെയാണ്. സോ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ എല്ലാവർക്കും ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ല. ദൈവത്തെ കൂടുതൽ അറിയും തോറും ദൈവം ഇന്ന രൂപത്തിലാണ്, ദൈവം ഇന്ന പ്രകൃതക്കാരനാണ് എന്നറിയുമ്പോൾ നമുക്ക് കൂടുതൽ ധൈര്യമുണ്ടാകും. പൗലോസ് പറയുന്നത്, എനിക്കറിയാം ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ആ ദൈവം എനിക്കുള്ളതെല്ലാം അവസാനത്തോളം സൂക്ഷിക്കുവാൻ ശക്തനാണ്. ഇതുപോലെ സൂക്ഷിക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഗോഡ് ഈസ് ദ ബെസ്റ്റ് കീപ്പർ. ഏത് കാര്യവും നാം ഭരമേൽപ്പിച്ചാൽ, കയ്യിലേക്ക് കൊടുത്താൽ ഏറ്റവും നന്നായി സൂക്ഷിക്കാൻ കഴിവുള്ളത് ദൈവമാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഗോഡ് ഹാസ് ദ ബെസ്റ്റ് ലോക്കർ സിസ്റ്റം. നമുക്കുള്ള വിലപ്പെട്ട സാമഗ്രികളെല്ലാം ബാങ്കിൽ ലോക്കർ എടുത്ത് നമ്മൾ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നൊരു പതിവുണ്ട്. വീട്ടിൽ വെച്ചാൽ ഒരുപക്ഷെ കള്ളൻ കൊണ്ടുപോകും. ഇതൊന്നുമില്ലാതെ സുരക്ഷിതമായി ഇരിക്കുവാൻ വേണ്ടി ലോക്കറിൽ കൊണ്ടുപോയി നമ്മൾ വയ്ക്കാറുണ്ട്. ഇതുപോലെ ദൈവത്തിൻ്റെ കയ്യിലേക്കാണ് നാം കൊടുക്കുന്നതെങ്കിൽ പോറൽ പോലും ഏൽക്കാതെ, ആർക്കും എടുക്കുവാൻ കഴിയാതെ ദൈവം തൻ്റെ കൈകളിൽ ഭദ്രമായി സകലത്തെയും സൂക്ഷിക്കും. നമുക്കുള്ള സകലത്തെയും ദൈവത്തിൻ്റെ കൈകളിലേക്ക് നമുക്ക് കൊടുക്കുവാൻ സാധിച്ചാൽ നമുക്ക് പൗലോസ് പറഞ്ഞതുപോലെ പറയാൻ സാധിക്കും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് അറിയുന്നു. അവൻ എനിക്കുള്ളതെല്ലാം വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ശക്തനെന്ന് എൻ്റെ അകത്ത് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ സാധാരണ പറയാറുള്ളൊരു ഉദാഹരണം നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുട്ടികൾ ചെറുതായിരുന്ന സമയത്ത്, ചില സമയത്ത് അവരുമായി ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാനൊരു കോയിൻ, ഒരു നാണയം എടുത്ത് കയ്യിലിങ്ങനെ മുറുകെ പിടിക്കും. എന്നിട്ട് അവരോട് പറയും, തുറന്നെടുത്തോളാൻ പറയും. അവർ വരും. അവർ ഓരോ വിരലുകൾ ഭയങ്കര ശക്തി ഉപയോഗിച്ച് പതുക്കെ അവരിങ്ങനെ വിടർത്തും, അടുത്തത് വിടർത്തും. പക്ഷേ പിന്നത്തേത് വിടർത്തുമ്പോൾ ഇപ്പുറത്തേത് ഞാൻ അടച്ചു കളയും, അടുത്തത് അടച്ചു കളയും. അവരെത്ര ശ്രമിച്ചാൽ ഈ കോയിൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞാനതിനെ ഇങ്ങനെ മുറുകെ പിടിക്കും.
അവരെത്ര ശ്രമിച്ചാലും അത് കയ്യിലെടുക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് നാം എന്തെങ്കിലും കൊടുത്താൽ ദൈവത്തിൻ്റെ ശക്തിയുള്ള വിരലുകൾക്കിടയിൽ നിന്നും ഒന്നിനും എടുത്തു കളയുവാൻ, അതിനെ എടുത്ത് മാറ്റുവാൻ സാധ്യമല്ല. ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല. ആർക്കും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ സാധിക്കുകയുമില്ല. അത്രത്തോളം ഉറപ്പുള്ളതാണ് ദൈവത്തിൻ്റെ കൈകൾ. സോ നമ്മുടെ മക്കളെ, നമ്മുടെ സമ്പത്തിനെ, നമുക്കുള്ള ആത്മാക്കളെ, നമുക്കുള്ള സകലവും, നമ്മുടെ ആത്മീയ ശുശ്രൂഷയെ എന്തും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. യേശു മരിക്കുന്ന സമയത്ത് തൻ്റെ പിതാവിനോട് താൻ പറയുന്നത്, പിതാവേ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞാണ് യേശു മരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിനെ വരെ, നമ്മുടെ പ്രാണനെയും ജീവനെയും ജീവിതത്തെയും മറ്റാരുടെയും കയ്യിൽ നമുക്ക് ഏൽപ്പിക്കാൻ സാധ്യമല്ല. മരിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവിനെ വരെ ഭദ്രമായി ഏൽപ്പിക്കുവാൻ കഴിവുള്ള ആത്മാക്കളുടെ, സകല ആത്മാക്കളുടെയും ഉടമയാണ് നമ്മുടെ ദൈവം. ആ ദൈവകരങ്ങളിലേക്ക് എന്തും നമുക്ക് ഏൽപ്പിക്കാൻ സാധിക്കും. പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ഒരിക്കലും ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, നിദ്രാഭാരം തൂങ്ങുന്നില്ല. അവൻ ഉറക്കം തൂങ്ങുന്നൊരു ദൈവമല്ല. നമ്മളൊക്കെ കുറേ നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ, കുറേ നേരം ജോലി ചെയ്ത് കഴിയുമ്പോൾ ക്ഷീണിക്കും, ഉറങ്ങിപ്പോവും. ഒത്തിരി സ്ഥാപനങ്ങളുടെ മുമ്പിൽ വാച്ച്മെന്നെ നമ്മൾ നിർത്താറുണ്ടെങ്കിലും നമുക്കറിയാം കുറേ കഴിയുമ്പോൾ അവരും മനുഷ്യരാണ്, അവരൊക്കെ ഉറങ്ങിപ്പോവും. എന്നാൽ നാം എന്തെങ്കിലും ഏൽപ്പിച്ചാൽ ഉറങ്ങാതെ, മയങ്ങാതെ, കണ്ണിമയ്ക്കാതെ നോക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുപോലെ സുരക്ഷിതമായി ജാഗ്രതയോടുകൂടെ നോക്കുവാൻ സാധിക്കുന്ന വേറെ ആരും തന്നെ ഇല്ല. ഞാൻ ഓർക്കുന്നു, എൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊരു കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ അമ്മ കുറേയധികം ടർക്കി കോഴികളെയും അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. പറമ്പിലേക്ക് അതിനെ അഴിച്ചു വിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നോക്കിക്കൊള്ളണേ. ഞാൻ ആ സമയത്ത് ബാലനായതുകൊണ്ടൊരു ബൾബ് എടുത്ത് ആ ബൾബിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം ഒക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞ് അതിൽ വെള്ളം നിറച്ച് അതിലൂടെ നോക്കുമ്പോൾ അതൊരു ലെൻസ് പോലെ പ്രവർത്തിക്കും. സോ അന്നത്തെ കൗതുകത്തിന് ഈ ലെൻസിൻ്റെ അകത്തൂടെ ഈ ടർക്കി കോഴികളുടെ കുഞ്ഞുങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അതോടൊപ്പം കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അശ്രദ്ധമായി നിന്ന ആ സമയത്ത് പെട്ടെന്ന് ഒരു കീരി വന്ന്, എനിക്ക് ഈ ബൾബിൻ്റെ അകത്തൂടെ കാണാം, പക്ഷേ ബൾബിൻ്റെ അകത്തൂടെ ചെറുതായിട്ട് കാണുന്നതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു വലിയ ശബ്ദം കേട്ട് ഞാൻ നോക്കുമ്പോൾ കീരി വന്ന് ഈ ടർക്കി കോഴിയുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞു. എന്നെ ഏൽപ്പിച്ചതാണ്. പക്ഷേ ഞാനവിടെ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് ആ കുഞ്ഞുങ്ങൾ, കോഴിക്കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. ഇതുപോലെയൊക്കെയുള്ള മനുഷ്യരുടെ കാര്യം. എത്ര സൂക്ഷിക്കാമെന്ന് പറഞ്ഞാലും നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞാലും ആ വാക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവം അങ്ങനെയല്ല, വാക്ക് മാറാത്തവനാണ് നമ്മുടെ ദൈവം. ഞാൻ ഈ പറയുന്ന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു വലിയ ഭാരവും ദുഃഖവും ഹെവിനെസ്സും എല്ലാം കാണും. നോക്കേണ്ട വ്യക്തികൾ നിങ്ങളെ നോക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കും, ഭാവിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യും. ഇതൊക്കെയായിരിക്കും ഒരുപക്ഷെ ചിന്തിക്കുന്നത്. ചില പെൺകുട്ടികൾ പിതാക്കന്മാർ നല്ലൊരു വിവാഹത്തിലേക്ക് നടത്തും, അങ്ങനെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകും എന്നൊക്കെ ഒരുപക്ഷെ പ്രതീക്ഷിച്ച് ചിന്തിച്ചൊക്കെ ഇരിക്കും. പക്ഷേ പിതാവ് ഉത്തരവാദിത്തങ്ങൾ നിവർത്തിക്കാതിരിക്കുമ്പോൾ എന്തു ചെയ്യും? എപ്പോഴും ഓർക്കണം, ഭൂമിയിലെ പിതാക്കന്മാർ പരാജയപ്പെടുമ്പോൾ സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്, അവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞു വരുന്നത്. ഒന്ന്, നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ ദൈവത്തിന് സാധിക്കും. രണ്ട്, നമുക്കുള്ളതിനെ നഷ്ടപ്പെടാതെ വണ്ണം സൂക്ഷിക്കുവാൻ ദൈവത്തിന് സാധിക്കും.
ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ള അറിവാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. സോ ഇന്ന് വിശ്വസിക്കുക. ഒന്ന്, വീഴാതെ വണ്ണം നമ്മെ ദൈവം സൂക്ഷിച്ച് കാത്ത് പരിപാലിക്കും. പ്രലോഭനങ്ങളിൽ വീഴാതെ വണ്ണം കർത്താവ് പറഞ്ഞു, പരീക്ഷകളിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ. നമ്മൾ ഉണർവോടെ വാച്ച്ഫുള്ളായി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമെങ്കിൽ ഒരിക്കലും വീണു പോകാതെ നമ്മെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് സാധിക്കും. പാപങ്ങളിൽ വീഴാതെ, പ്രലോഭനങ്ങളിൽ വീഴാതെ, തെറ്റായ പാതയിലേക്ക് പോകാതെ ഒക്കെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. രണ്ട്, നമുക്കുള്ള ദൈവം തന്നിട്ടുള്ള കൃപകൾ, നമുക്ക് ദൈവം തന്നിട്ടുള്ള ദാനങ്ങൾ, ദൈവം നമുക്ക് തന്ന കുടുംബം, ദൈവം നമുക്ക് തന്നിട്ടുള്ള സമ്പത്ത്, ദൈവം തന്നിട്ടുള്ള എന്തും തിരികെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ട് നാം പ്രാർത്ഥിക്കണം. ദൈവമേ, ഇത് അങ്ങ് തന്നതാണ്, അങ്ങയുടെ കൈകളിൽ തന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഐ എൻട്രസ്റ്റ് എവറിത്തിങ് വിത്ത് യു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കും. ഒന്നും നഷ്ടപ്പെടാതെ, എണ്ണത്തിൽ കുറയാതെ ദൈവത്തിന് നമുക്കുള്ളതിനെ കാത്തു സൂക്ഷിക്കാൻ കഴിയും. ഈ ഒരു ഉത്തമ വിശ്വാസം നമ്മുടെ അകത്ത് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യപൂർവ്വം കോൺഫിഡൻസോടുകൂടെ ഉള്ള ഒരു ജീവിതം ജീവിക്കുവാൻ നമുക്ക് സാധിക്കൂ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തോപ്പംപടി ജൂലൈ 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ദ ഗ്രേറ്റ് മറീന മാൾ, പഴയ പാലത്തിന് സമീപം, തോപ്പംപടി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാട്ടാക്കട ജൂലൈ 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയം, കാട്ടാക്കട. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഓരോ ഭവനങ്ങളിലേക്കും ദൈവികമായ ആശ്വാസത്തെയും സമാധാനത്തെയും സൗഖ്യത്തെയും സന്തോഷത്തെയും കർത്താവ് ഈ സമയത്ത് പകരണമേ. ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ കരം തൊട്ട്, അദൃശ്യമായ യേശുവിൻ്റെ കരം അവരുടെ മേലെല്ലാം വരുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ വേസ്റ്റ് ഏരിയയിൽ അരക്കെട്ടിൻ്റെ ഭാഗത്ത് വലിയ പ്രയാസം നിമിത്തം ജോലിക്ക് പോകാൻ കഴിയാതെ ചില ആഴ്ചകളായി ഭവനത്തിൽ തന്നെ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. അതുപോലെ ഇടത് കാല് അത് ശോഷിച്ചു വരുന്നതിൻ്റെ മസിലുകൾ വീക്കാകുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ. കിടന്ന കിടപ്പിൽ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ചിലരെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്നു. ഇന്ന് മുതൽ നിങ്ങൾക്ക് ആരോഗ്യത്തിലേക്ക്, സൗഖ്യത്തിലേക്ക് തിരിച്ചു വരാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഉറങ്ങാൻ കഴിയാതെ, തീരെ ഉറക്കമില്ലാത്ത ചിലരെ കർത്താവ് ഇന്ന് വലിയൊരു വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. ചെവിയുടെ അകത്ത് ഭയങ്കരമായൊരു മൂളൽ ശബ്ദം, അത് ഭയങ്കരമായി അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അതിനാൽ തന്നെ ഭയങ്കര ദേഷ്യമുള്ള ഒരു വ്യക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ആ അനുഭവം മാറിപ്പോട്ടെ. പൈശാചിക ശക്തികളുടെ, രോഗാത്മാക്കളുടെ ഇൻഫ്ലുവൻസ് നിമിത്തം പ്രയാസപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. മാനസിക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ. വിടുതലുകൾക്കായി നന്ദി പറയുന്നു. ഒരു വ്യക്തിയിൽ തന്നെ വിവിധ രീതിയിലുള്ള അലർജികൾ നിമിത്തം വല്ലാതെ അസ്വസ്ഥതയുള്ളവരെ കർത്താവ് ഇപ്പോൾ വിടുവിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങയുടെ കരം തൊട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ. താങ്ക് യു ജീസസ്. അതുപോലെ തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ, കുഴപ്പങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറേണ്ടതിനായി, വീട് ലഭിക്കേണ്ടതിനായി, ജോലി ലഭിക്കേണ്ടതിനായി, ഇൻ്റർവ്യൂ സക്സസ് ആകുവാൻ, വിദ്യാഭ്യാസത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി എല്ലാം ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു.
കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു മഴ പോലെ പലരുടെ മേൽ ചുരിയുന്നതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എറണാകുളം ജില്ലയിൽ തോപ്പുംപടിയിൽ നടക്കുകയാണ്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, മറ്റന്നാൾ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടക്കടയിലാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അതിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് ഡു കം. ഒരൊറ്റ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെ വരിക. ഒറ്റയ്ക്ക് വരരുത്. മറ്റുള്ളവരെ കൂടെ, കുടുംബത്തിലുള്ളവരെയോ ഫ്രണ്ട്സിനെയോ ഒക്കെ കൂട്ടിക്കൊണ്ടുവരിക. അവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. മാത്രമല്ല, നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലും അത് ലഭ്യമാണ്. ആശിഷമാരി എന്നൊരു പുസ്തകം ലഭ്യമാണ്. അതുപോലെ വിന്നേഴ്സ് ഫാക്ടറി ഇംഗ്ലീഷിലും മലയാളത്തിൽ ലഭ്യമാണ്. ഈ പുസ്തകങ്ങളും നിരവധി സന്ദേശങ്ങളുടെ DVD-കളും ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. നമ്മുടെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി ഇത് കരസ്ഥമാക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസിൽ വരുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കും. കർത്താവ് ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.